നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാഗവതം പ്രഥമ സ്കന്ധം 15-ാമത്തെ അധ്യായം. പാണ്ഡവരുടെ സ്വർഗാരോഹണം, പരീക്ഷിത്തിൻ്റെ രാജ്യധാരണം. സൂത ഉവാച ഏവം കൃഷ്ണസഖകൃഷ്ണോ ഭ്രാത്രാ രാജ്ഞാ വികൽപ്പിത നാനാശങ്കാസ്പദം രൂപം കൃഷ്ണവിശ്ലേഷകർഷിതഃ ശോകേന ശുഷ്യദ്വദനാ ഹൃത്സരോജോ ഹതപ്രഭ വിഭും തമേവാനുധ്യായൻ നാശക്തോ പ്രതിഭാഷിതും. സൂതൻ പറഞ്ഞു, ഇപ്രകാരം നാനാവിധമായ ശങ്കയ്ക്ക് ആസ്പദമായ രൂപത്തെ നോക്കിയിട്ട് സഹോദരനായ രാജാവിനാൽ അനേക വിധത്തിൽ ശങ്കിക്കപ്പെട്ടവനും കൃഷ്ണസഖാവുമായ കൃഷ്ണൻ, അതായത് അർജുനന് അങ്ങനെയും പേരുണ്ട്, ശ്രീകൃഷ്ണൻ്റെ വിയോഗ നിമിത്തം ദുഃഖത്താൽ മെലിഞ്ഞവനും ശോഷിച്ച മുഖത്തോടും ഹൃദയത്തോടും കൂടിയവനും പ്രഭ നഷ്ടപ്പെട്ടവനുമായിട്ട് കൃഷ്ണനെ തന്നെ ഓർമ്മിച്ചിരിക്കുന്നതിനാൽ ഉടനെ മറുപടി പറയാൻ ശക്തനായില്ല. കൃച്ഛ്രേണ സംസ്തഭ്യ ശുചവാണിനോ വൃജ്യനേത്രയോ പരോക്ഷേണ സമുന്നദ്ധ പ്രണയോത്കണ്ഠ്യകാധര സഖ്യം മൈത്രീം സൗഹൃദം ച സൗരദ്യാദിഷു സംസ്മരൻ നൃപം അഗ്രജമിത്യാഹ ബാഷ്പഗൽഗതയാ ഗിര. അർജുനന് വളരെ പണിപ്പെട്ട് കണ്ണീർ അടക്കിയും നിയന്ത്രണം വിട്ടൊഴുകിയ അശ്രുക്കളെ കൈകൊണ്ട് തുടച്ചും അപ്രത്യക്ഷനായ കൃഷ്ണനെ ഓർത്ത് വർദ്ധിച്ച ദുഃഖത്താലും കൃഷ്ണനോടുള്ള ഉത്കടമായ പ്രണയത്താലും ഉത്കണ്ഠയാലും കാതരനായി തന്നോടുള്ള മൈത്രിയെയും സഖ്യത്തെയും സാരഥ്യം മുതലായ അവസരങ്ങളെയും നന്നായി സ്മരിച്ചുകൊണ്ട് ബാഷ്പനിമിത്തം ഗൽഗതകണ്ഠനായി തടസ്സപ്പെടുന്ന വാക്കുകളോടെ ഇങ്ങനെ പറഞ്ഞു. അർജുന ഉവാച വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ ഏനമേ അപഹൃതം തേജോ ദേവവിസ്മാപനം മഹത്. അർജുനൻ പറയാണ്, ഹേ മഹാരാജാവേ, ബന്ധുവിൻ്റെ സ്വരൂപത്തോട് കൂടിയിരുന്ന ശ്രീഹരിയാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു. ഏതൊരുവനാൽ ദേവന്മാർക്കും ആശ്ചര്യം ജനിപ്പിച്ചിരുന്നതും മഹത്വമായ എൻ്റെ തേജസ് നിലനിന്നിരുന്നുവോ അത് അപഹരിക്കപ്പെട്ടു. യസ്യ ക്ഷണവിയോഗേന ലോകോ ഹ്യപ്രിയദർശന ഉക്തേന ദഹിതോ ഹ്യേഷ മൃതക പ്രോച്യതേ യഥാ. പ്രാണൻ വിട്ടുപോയ മാതാപിതാക്കളെ ശവമായി കണക്കാക്കി പുത്രമിത്രാദികൾ കാണാൻ കൂടി ഇഷ്ടപ്പെടുന്നില്ലയോ, അതുപോലെ കൃഷ്ണനാകുന്ന പ്രാണൻ വിട്ടുപോയതുകൊണ്ട് എന്നെ നോക്കുന്നവർക്കൊക്കെ ഇപ്പോൾ എൻ്റെ ദർശനം അപ്രിയമായിരിക്കുന്നു നിശ്ചയം. യൽ സംശയാദ്രുപദഗ്രേഹം ഉപാഗതാനാം രാജ്ഞാം സ്വയം വരമുഖേ സ്മരദുർമഹദാനാം തേജോഹൃതം ഖലുമയാ ബിഹദശ്ച മത്സ്യ സജ്ജീകൃതേന ധനുഷാധിഗതാച കൃഷ്ണ. ഈ കൃഷ്ണനെ ബലമായി ആശ്രയിച്ചതുകൊണ്ട് മാത്രം ദ്രുപദ രാജധാനിയിൽ സ്വയംവര മണ്ഡപത്തിൽ വന്നവരും മന്മഥൻ നിമിത്തം മതിച്ചവരുമായ രാജാക്കന്മാരുടെ തേജസ്സിനെ വില്ലുകുലച്ച് ഞാൻ ഹരിച്ചു. മത്സ്യരൂപമായ യന്ത്രത്തെ ഖണ്ഡിച്ചു. അങ്ങനെ പാഞ്ചാലിയെ ലഭിക്കുകയും ചെയ്തു. യസ്സന്നിധാവഹമോ ഗാണ്ഡവമഗ്നയേതാ ഇന്ദ്രം ച സാമരഗണം തരസാ വിജിത്യ ലബ്ധാ സഭാ മയകൃതാത്ഭുതശില്പമായ ദിവ്യോഹ ഹൻനൃപതയോ ബലിമധ്വരേതേ. എന്താ ആശ്ചര്യം! കൃഷ്ണഭഗവാൻ അടുത്തുണ്ടായിരുന്നതുകൊണ്ട് അമരഗണങ്ങളോടൊപ്പം യുദ്ധത്തിന് വന്ന എൻ്റെ പിതാവായ ദേവേന്ദ്രനെ കൂടെ പരാജയപ്പെടുത്തി ഗാണ്ഡവവനം അഗ്നിദേവന് ഭക്ഷിക്കാൻ കൊടുത്തു. ഗാണ്ഡവവനം അഗ്നിക്കിരയായപ്പോൾ അവിടെ നിന്നും മയനെ രക്ഷപ്പെടുത്തിയതിന് പ്രത്യുപകാരമായി ആശ്ചര്യകരമായ പണിയോടും മായകളോടും കൂടിയ ലോകവിസ്മയമായ സഭ മയൻ നമുക്ക് നിർമ്മിച്ചു നൽകി. അങ്ങയുടെ രാജസൂയാഗത്തിൽ രാജാക്കന്മാർ നാനാദിക്കിൽ നിന്നും കാഴ്ചദ്രവ്യങ്ങൾക്കപ്പമായി കൊണ്ടുവന്ന് സമർപ്പിച്ചു. ആ ഭഗവാൻ നമ്മെ വിട്ടുപിരിഞ്ഞു. യത്തേജസാ നൃപശിരോംഗ്രിമഹൻ മഹാർത്തേ ആരോനുജസ്തവ ഗജായുധ സത്വവീര്യ തേനാഹൃത പ്രമദനാഥമകായ ഭൂപ യന്മോജിതാസ്ത അനയൻ ബലിമധ്വരേതേ. അങ്ങയുടെ അനുജനും 1000 ആനകളുടെ ബലമുള്ളവനുമായ ഭീമസേനൻ രാജസൂയം നടത്താൻ രാജാക്കന്മാരെ തൻ്റെ പാദത്തിൽ നമസ്കരിപ്പിച്ചു കൊണ്ടിരുന്ന
ജരാസന്ധനെ ആരുടെ സാന്നിധ്യവും ശക്തിയും കൊണ്ട് വധിച്ചുവോ അവനെ ബലി കൊടുത്തപ്പോൾ കൊണ്ടുവന്ന് ബന്ധിച്ചിരുന്ന രാജാക്കന്മാരെയെല്ലാം ആരാണോ മോചിപ്പിക്കുകയും ചെയ്തത്? സ്വതന്ത്രരാക്കപ്പെട്ട ആ രാജാക്കന്മാരെല്ലാം അങ്ങയുടെ യാഗത്തിന് അനന്തമായ ദ്രവ്യം കൊണ്ടുവന്ന് സമർപ്പിക്കുകയും ചെയ്തു. പത്ന്യാസ്തവാദിമക്ലിപ്ത മഹാഭിഷേക ശ്ലാഘിഷ്ടചാരുകപരം ഗീതവൈസഭായാം സ്പൃഷ്ടം വിഗീര്യപദയോ പതിതാശ്രുമുഖ്യ യസ്ത്രിയോ കൃതഹദേശ വിമുക്തകേശ. രാജസൂയാഗത്തിൽ മഹാഭിഷേകത്താൽ ഏറ്റവും ശ്ലാഘിക്കപ്പെട്ട അങ്ങയുടെ പത്നി ദ്രൗപദിയുടെ മനോഹരമായ തലമുടി സഭയിൽ വെച്ച് ദുഷ്ടന്മാരായ ദുശാസനാദികൾ വലിച്ച് അഴിച്ചു. പതിതയും മുഖത്തിൽ അശ്രുക്കളോടുകൂടിയതുമായ ആ പത്നി നിമിത്തം ആ ദുഷ്ടന്മാരുടെയെല്ലാം പത്നിമാർ ഭർത്താക്കന്മാർ ഹനിക്കപ്പെടുമ്പോൾ മുറിക്കപ്പെട്ട തലമുടിയോടുകൂടിയവരായി തീർന്നുവല്ലോ. യോനോ ജുഗോപ വനമേത്യ ദുരന്ത കൃച്ഛ്ര ദുർവാസസോരി വിഹിതാതയുതാഗ്രഭുക്യ ശാഖാന്നശിഷ്ടമുപയുജ്യ യതസ്ത്രീലോകീം തൃപ്താമംസ്തസലിലേ വിനിമഗ്നസംഘ. 10,000 ശിഷ്യന്മാരോടുകൂടി ഒരു പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പതിവുള്ള ദുർവാസാവ് എന്ന മുനിയെക്കൊണ്ട് ശത്രുവായ ദുര്യോധനൻ ജയിച്ച വലിയ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ കാട്ടിൽ പെട്ടെന്ന് എത്തിച്ചേർന്ന് അക്ഷയപാദത്തിൽ പറ്റിയിരുന്ന ചീരയില ഭക്ഷിച്ചു. അത് നിമിത്തം 3 ലോകവും സംതൃപ്തരായി. നിറഞ്ഞ വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന ദുർവാസാവിൻ്റെയും ശിഷ്യന്മാരുടെയും വയറു നിറഞ്ഞ് സംതൃപ്തരായി. യത്തേജസാദ ഭഗവാൻ യുതിശൂലപാണിർ വിസ്മാഭിതസ്സ ഗിരിജോസ്ത്രമതാൻ നിജം മേ അന്യേപി ചാഹമമുനൈവ കളേബരേണ പ്രാപ്തോ മഹേന്ദ്ര ഭവനേ മഹദാസനാർത്ഥം. ഗിരിജാസഹിതനും ഐശ്വര്യപൂർണനുമായ പരമശിവൻ എന്നോടുകൂടെ യുദ്ധം ചെയ്തപ്പോൾ ആ കൃഷ്ണന്റെ തേജസ് കൊണ്ട് ശിവനെ എനിക്ക് വിസ്മയിപ്പിക്കാൻ കഴിഞ്ഞു. സന്തുഷ്ടനായ ശിവൻ സ്വന്തം പാശുപതാസ്ത്രം എനിക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. മറ്റുള്ള ലോകപാലന്മാരും അവരവരുടെ അസ്ത്രങ്ങൾ സമ്മാനിച്ചു. ഞാൻ ഈ ശരീരത്തോടെ സ്വർഗലോകത്തിലെത്തി ഇന്ദ്രന്റെ അർദ്ധാസനം സ്വീകരിച്ചു. തത്രൈവമേ വിഹരതോ ഭുജദണ്ഡയുഗ്മം ഗാണ്ഡീവലക്ഷണമരാധിപതായ ദേവാഃ ചേന്ദ്രാഷിത യദനുഭാവിതമാജമീഡ തേനാഹമദ്യ മുഷിത പുരുഷേണ ഭൂമ്ന. ആ സ്വർഗലോകത്തിൽ വിവിധ വിനോദങ്ങളിൽ ക്രീഡിച്ച് സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിച്ച ഗാണ്ഡീവം എന്ന വില്ല് ധരിച്ചിരിക്കുന്ന എന്നെ ഇന്ദ്രസഹിതരായ ദേവന്മാർ ആശ്രയിക്കുകയും അവരുടെ ശത്രുക്കളായിരുന്ന നിവാത കവച കാലകേയന്മാരെ വധിക്കുകയും ചെയ്തു. ഹേ യുധിഷ്ഠിര, ഇത്രയും വൈഭവം എനിക്ക് ഉണ്ടാക്കി തന്നവനും പുരുഷ ശബ്ദത്തിന് അർഹനായവനും സ്വന്തം മഹിമയിൽ സ്ഥിതി ചെയ്യുന്നവനുമായ ആ ഭഗവാൻ എന്നെ വെടിഞ്ഞു പോയല്ലോ. ഇപ്പോൾ ഞാൻ വഞ്ചിക്കപ്പെട്ടു. യദ്ബാന്ധവക്കുരുബലാബ്ധിമനന്തഭാരം ഏകോരദേന തദരേഹമദാര്യസത്വം പ്രത്യാഹൃതം ബഹുധനം ച മയാ പരേഷാം തേജസ്പദം മണിമയം ച ഹൃദം ശിരോഭ്യ. അജ്ഞാതവാസകാലത്ത് വിരാട രാജാവിൻ്റെ പശുക്കളെ നമ്മുടെ ശത്രുക്കൾ അപഹരിച്ചപ്പോൾ ഞാൻ ഏകനായി ശ്രീകൃഷ്ണനാകുന്ന ബന്ധുവിൻ്റെ സഹായത്താൽ ഭീഷ്മദ്രോണാദി മഹാരഥന്മാരാലും അതിക്രമിക്കാൻ കഴിയാത്ത ബലത്തോടു കൂടിയതും മറുകര കാണാൻ കഴിയാത്തതും തിമിംഗലാദി ജലജന്തുക്കളോട് കൂടിയതുമായ കുരുസൈന്യമാകുന്ന സമുദ്രത്തെ എൻ്റെ രഥം കൊണ്ട് കടന്നു. ശത്രുക്കൾ അപഹരിച്ച ഗോധനത്തെ വീണ്ടെടുക്കുകയും ചെയ്തു. കൂടാതെ ശത്രുക്കളെയെല്ലാം മോഹനാസ്ത്രം പ്രയോഗിച്ച് വീഴ്ത്തി അവരുടെ എല്ലാം ശിരസിലണിഞ്ഞിരുന്ന രത്നകിരീടങ്ങളെ അപഹരിക്കുകയും ചെയ്തു. യോ ഭീഷ്മകർണ ഗുരുശല്യജമുഷദഭ്ര രാജന്യവര്യരഥമണ്ഡലമണ്ഡിതാസു അഗ്രേജരോ മമ വിഭോ രഥയൂതവാനാം ആയോർമനാസി ജദൃശാ സഹ ഓജാർച്ചത്. ഹേ പ്രഭു, ആ ശ്രീകൃഷ്ണൻ എൻ്റെ സാരഥിയായിരുന്നു. അനേകം രാജശ്രേഷ്ഠന്മാരുടെ രഥസമൂഹത്താൽ അലങ്കരിക്കപ്പെട്ട ഭീഷ്മർ, കർണൻ, ദ്രോണർ, ശല്യർ എന്നിവരുടെ സേനകളുടെ മുമ്പിൽ സഞ്ചരിച്ച് ആ രഥങ്ങളുടെയും സൈന്യത്തിൻ്റെയും അധിപന്മാരുടെയും ബലത്തെയും കൗശലത്തെയും ഉത്സാഹത്തെയും ആയുസ്സിനെയും തൃക്കണ്ണോട്ടം കൊണ്ട് അപഹരിച്ചു. യദോഷുമാ പ്രണിഹിതം ഗുരു ഭീഷ്മകർണ നപ്തൃത്രികർത്തശലസൈന്ധവ ബാഹ്ലികാദ്യേ
അസ്ത്രാണ്യമോഘ മഹിമാനി നിരൂപിതാനി നോപസ്പൃശൂർ നൃഹരിദാസമിവാസുരാണി. ദ്രോണർ, ഭീഷ്മർ, കർണൻ, അശ്വത്ഥാമാവ്, സുശർമാവ്, ശല്യർ, ബ്ലാഹികേയൻ മുതലായ വീരപുരുഷന്മാർ പ്രയോഗിച്ചതും ഒരിക്കലും നിഷ്ഫലമാകാത്ത മഹിമയോടുകൂടിയതുമായ അസ്ത്രങ്ങൾ ഹരിദാസനായ പ്രഹ്ലാദൻ്റെ നേർക്ക് അസുരന്മാർ പ്രയോഗിച്ച അസ്ത്രങ്ങൾ ഫലിക്കാത്തതുപോലെ എൻ്റെ നേർക്ക് ഫലിച്ചില്ല. അതായത് സുശർമാവ് ത്രികർത്തദേശത്തെ രാജാവ്, കൗരവപക്ഷത്തുണ്ടായിരുന്ന ഒരു യോദ്ധാവാണ്. അർജുനാണ് വധിച്ചത്. ബാഹ്ലികേയൻ പറയുമ്പോൾ ശന്തനു മഹാരാജാവിൻ്റെ സഹോദരൻ. സൗത്യവൃത കുമതിനാത്മത ഈശ്വരോ മേ യൽപാദപത്മഭവായ ഭജന്തി ഭവ്യ മാംസാന്തവാഹമരയോ രതിനോ ഭുവിഷ്ടം ന പ്രാഹരൻ ഹ്യതനുഭാവ നിരസ്തജിത്ത. ശ്രേഷ്ഠന്മാരായ മുനിമാർ ഏതൊരു ഭഗവാന്റെ പാദപത്മങ്ങളെ മുക്തി കിട്ടാനായി ഭജിക്കുന്നുവോ, ജയദ്രഥനെ വധിക്കാൻ നടത്തിയ യുദ്ധത്തിൽ കുതിരകൾ തളർന്നപ്പോൾ അവയ്ക്ക് ജലം നൽകാനായി രഥത്തിൽ നിന്നിറങ്ങി അപഹരിക്കപ്പെട്ട മനസ്സോടെ അശ്രദ്ധനായി ഞാൻ നിന്നപ്പോൾ എന്നെ രഥത്തിലിരുന്ന ശത്രുക്കൾക്ക് അസ്ത്രം പ്രയോഗിച്ച് വധിക്കാമായിരുന്നു. ഏതൊരുവൻ്റെ അനുഭാവത്താൽ അവർ മോഹിതരായി എൻ്റെ നേരെ അസ്ത്രം അയച്ചില്ല. ആ ഭഗവാനും ഈശ്വരനും ആത്മജ്ഞാനോപദേശം നൽകിയ ഗുരുവുമായ ശ്രീകൃഷ്ണനെ ബുദ്ധിഹീനനായി ഞാൻ സാരഥിയാക്കി. നർമാനുദാരരുചിരസ്മിതശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന സഖേ ഗുരുനന്ദനേധി സഞ്ജൽപിതാനി നരദേവ ഹൃദി സ്പൃശാനി സ്മർത്തുള്ളുടന്തി ഹൃദയം മമ മാധവസ്യ. അല്ലയോ രാജ്യശ്രേഷ്ഠ, ഗംഭീരവും മനോഹരവുമായി മന്ദഹാസത്താൽ ശോഭിക്കുന്ന പരിഹാസ വാക്കുകളെയും ഓരോരോ സന്ദർഭങ്ങളിൽ ഹേ പാർത്ഥ, ഹേ അർജുന, ഹേ സഖേ ഗുരുനന്ദന എന്നൊക്കെയുള്ള ഹൃദയത്തെ അപഹരിക്കുന്ന മാധവന്റെ മധുരവാക്കുകളെയും ഓർമ്മിക്കുമ്പോൾ ഹൃദയം പൊട്ടുന്നു. ശയ്യാസനാടന വികത്തന ഭോജനാദി ശ്വൈകാദ്വയസ്യ ഹൃദവാനിധി വിപ്രലബ്ധ സഖ്യൂസഖേവ പിതൃവത്തനയസ്യ സർവം സേഹേ മഹാന്മഹിതയാ കുമതേരകം മേ. കിടപ്പ്, ഇരിപ്പ്, നടത്തം, ആത്മപ്രശംസ, ഭക്ഷണം എന്നീ വ്യാപാരങ്ങളിൽ ഐക്യം ഹേതുവായി ഞാൻ തെറ്റായി ചിലത് ചെയ്യുമ്പോൾ ഹേ സ്നേഹിത, നീ സത്യവാൻ തന്നെ എന്ന് വിപരീതാർത്ഥമായി പറഞ്ഞ് പരിഹസിച്ചിരുന്ന മഹാനായ ആ കൃഷ്ണൻ, ബുദ്ധിയില്ലാത്ത ഞാൻ ഓരോരോ സമയങ്ങളിൽ ചെയ്ത അപരാധങ്ങളെ സഖാവിൻ്റേത് സ്നേഹിതൻ എന്ന പോലെയും പുത്രൻ്റേത് പിതാവ് എന്ന പോലെയും സഹിച്ചു. സോഹം നൃപേന്ദ്ര മഹിത പുരുഷോത്തമേന സഖ്യാപ്രിയേണ സുഹൃദാ ഹൃദയേന ശൂന്യ അധ്വന്നുരുക്രമപരിഗ്രഹമംഗരക്ഷൻ ഗോപേരസദ്ഭിഹബലേവ വിനിർജിതോസ്മി. ഹേ നൃപേന്ദ്ര, എൻ്റെ പ്രിയനും സഖാവും സുഹൃത്തുമെല്ലാമായ പുരുഷോത്തമനെ പിരിഞ്ഞാൻ ഹൃദയത്തോട് വേർപ്പെട്ടവനെ പോലെയായി. അവിടുന്ന് സംശയിച്ചതുപോലെ പരാജിതനുമായി. എങ്ങനെയെന്നാൽ ഭഗവാന്റെ ഭാര്യമാരായ 16,000 സ്ത്രീകളെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ മാർഗമധ്യേ ദുഷ്ടന്മാർ സ്ത്രീകളെ എന്ന പോലെ ഗോപന്മാർ എന്നെ തോൽപ്പിച്ചു. തൈവൈദുനുസ്ത ഇശവത്സരദോഹയാസ്തേ സോഹം രതി നിർവദയോ യദഃ നമന്തി സർവം ക്ഷണേന തദബുദസദീശരിക്തം ഭസ്മൻഹുതം കുഹകരാധമിവോപ്തമുഷ്യം. ശത്രുക്കളെ ഭയപ്പെടുത്തിയിരുന്ന അതേ വില്ല്, ബാണങ്ങളും അതുതന്നെ, അതേ രഥം, അതേ കുതിരകൾ, അതേ രഥത്തിലിരുന്ന് യുദ്ധം നടത്തിയവനും ഞാൻ തന്നെ. എന്നാൽ ഭഗവാനെ പിരിഞ്ഞപ്പോൾ ഇവയെല്ലാം ഭസ്മത്തിൽ ഹോമിച്ചതുപോലെയും നീചന് കൊടുത്ത ധനം പോലെയും മരുഭൂമിയിൽ വിതച്ച വിത്തുപോലെയും ക്ഷണനേരം കൊണ്ട് നിഷ്ഫലമായി തീർന്നു. രാജം സ്വയാഭിപൃഷ്ടാനം സുഹൃദാം നഹ സുഹൃത്പുരേ വിപ്രശാപ വിമൂഢാനാം നിഗ്നതാം മുഷ്ടിഭിർമിത വാരുണിം മതിരാം പീത്വാ മതോന്മദിതചേതസാം അജാനതാമിവാന്യോന്യം ചതുപഞ്ചാവശേഷിതാഹ. ഹേ രാജാവേ, അങ്ങ് ചോദിച്ച സുഹൃത്തുക്കളുടെ പുരത്തിലെ വിശേഷം പറയാം. ബ്രാഹ്മണശാപം സംഭവിച്ചതിനാൽ അവർ മൂഢന്മാരായിട്ട് മാറി. വരുട നിർമ്മിതമായ മദ്യം പാനം ചെയ്ത് മനസ്സ് മയങ്ങി ലഹരി പിടിച്ച് അച്ഛൻ മകനെയും ജ്യേഷ്ഠൻ അനുജനെയും അനുജൻ ജ്യേഷ്ഠനെയും അന്യോന്യം അറിയാത്തവരെന്ന പോലെ കൈകൾ കൊണ്ട് അടിച്ചും കുത്തിയും തമ്മിൽ തല്ലി നശിച്ചു. അക്കൂട്ടത്തിൽ ഇനി 4-5 പേരെ ശേഷിച്ചിട്ടുള്ളൂ.
പ്രായേണേതൽ ഭഗവത ഈശ്വരസ്യ വിജേഷ്ടിതം മിതോ നിഘ്നന്തി ഭൂതാനി ഭാവയന്തി ജയന്മിത. പ്രാണികൾ അന്യോന്യം പ്രഹരിച്ച് നശിക്കുന്നതും അന്യോന്യം സ്നേഹിച്ച് സുഖം അനുഭവിക്കുന്നതും ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ഈശ്വരൻ്റെ ലീലാവിശേഷമാണ്. ജലൗകസാം ജലേ യദ്വന്മഹാന്തോദന്ത്യണീയസ്യ ദുർബലാൻ ബലിനോ രാജൻ മഹാന്തോ ബലിനോ മിത. ഹേ രാജൻ, ജലത്തിൽ വസിക്കുന്ന ജന്തുക്കളിൽ വലിയ മത്സ്യങ്ങൾ ചെറുജീവികളെ തിന്നുന്നത് പോലെ ബലം അധികമുള്ളവർ ബലഹീനരെയും, രണ്ടുപേരും തുല്യമാണെങ്കിൽ അന്യോന്യം കലഹിച്ചും തമ്മിൽ തല്ലിയും നശിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ലോകസ്വഭാവം. ഏവം ബലിഷ്ഠേർ യദുബിർ മഹദ്ബിരിധരാൻ വിഭു യദുബിരന്യോന്യം ഭൂഭാരാൻ സംജഹാരഹ. ഇതേവിധം പ്രഭുവായ ശ്രീകൃഷ്ണൻ ബലവാന്മാരായ യാദവരെ കൊണ്ട് ദുർബലന്മാരെയും അതിലും ചെറിയവരെയും നശിപ്പിച്ച് യാദവന്മാർ മൂലമുള്ള ഭൂമിയുടെ ഭാരം തീർത്തു. ദേശകാലാർത്ഥയുക്താനി ഹൃത്ത ഭൂപശമാനിജ ഹരന്തി സ്മരതസ്ഥിതം ഗോവിന്ദാഭിഹിതാനി മേ. സ്ഥലകാല വിശേഷങ്ങൾക്ക് യോജിച്ചവയും പ്രയോജനത്തോടു കൂടിയതും ഹൃദയദുഃഖത്തെ നശിപ്പിക്കുന്നതുമായ ഭഗവത് വാക്യങ്ങളെ ഓർക്കുന്തോറും എൻ്റെ മനസ്സ് പരവശമാകുന്നു. ഇനി ഒന്നും പറയാൻ ശക്തിയില്ല എന്ന് സാരം. സൂത ഉവാച ഏവം ചിന്തയതോ ജിഷ്ണോ കൃഷ്ണപാദസരോരുഹം സൗഹാർദ്ദേനാധികാഠേന ശാന്താസീത് വിമലാമതിഹി. സൂതൻ പറഞ്ഞു, ഏറ്റവും അഗാധമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭക്തിയോടെ ഭഗവത് പാദങ്ങൾ ഇപ്രകാരം സ്തുതിച്ച് പരിതപിച്ച അർജുനന്റെ ബുദ്ധിയിൽ ആനന്ദരസം വർദ്ധിക്കുകയും വൈരാഗ്യം ഉദിക്കുകയും ചെയ്തു. വാസുദേവാംഗ്രനുദ്യാന പരിബൃംഹിതരം ഹസ ഭക്ത്യാ നിർമ്മദിതാശേഷ കഷായാതിഷണോർജുന. ഗീതം ഭഗവതാജ്ഞാനം യത്തസംഗ്രാമമൂർധനി കാലകർമ്മതമോരുദ്ധം പുനരദ്യാഗമദ്വിഭുഃ. ശ്രീ വാസുദേവന്റെ പാദകമലങ്ങളെ ശക്തിയായി അധിക സമയം ഇടപെടാതെ ധ്യാനിച്ചതുകൊണ്ട് വർദ്ധിച്ചു വന്ന ഭക്തിയാൽ ശുദ്ധബുദ്ധിയുള്ളവനായി തീർന്ന അർജുനൻ യുദ്ധഭൂമിയിൽ വെച്ച് ഉപദേശിച്ചു കൊടുത്തതും ഇതുവരെ കാലത്താലും ദേശത്താലും മറഞ്ഞു കിടന്നതുമായ ജ്ഞാനത്തെ വീണ്ടും പ്രാപിച്ചു. വിശോകോ ബ്രഹ്മസമ്പത്യാ സംഛിന്നദ്വൈത സംശയ ലേന പ്രകൃതി നൈർഗുണ്യാത് അലിംഗത്വാത് അസംഭവ. ഞാൻ ബ്രഹ്മമാണ് എന്ന ആത്മജ്ഞാനം ലഭിച്ചതുകൊണ്ട് അവിദ്യയും സത്വാദി ഗുണങ്ങളുടെ വ്യാപാരവും നശിച്ചതിനാൽ ഇതുവരെ ഉണ്ടായിരുന്ന രണ്ടെന്ന ഭാവം നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ സുഖദുഃഖാദി ദ്വന്ദ്ങ്ങളുണ്ടാകാൻ കാരണമായ ലിംഗശരീരവും നശിച്ചു. അങ്ങനെ ജന്മാദിഭാവത്തെ അതിക്രമിച്ചവനായി തീർന്ന അർജുനൻ ദുഃഖരഹിതനായി തീർന്നു. ഭഗവാന്റെ സന്തത സഹചാരിയായി നടന്ന അർജുനൻ കൃഷ്ണൻ പരമാത്മാവാണ് എന്നുള്ള ബോധമുണ്ടായിരുന്നില്ല. തൻ്റെ സ്യാലൻ അല്ലെങ്കിൽ അഭ്യുദയകാംക്ഷി, സുഹൃത്ത് എന്നീ നിലയിലൊക്കെ മാത്രമാണ് കണ്ടത്. ഗുണങ്ങളിൽ അധിഷ്ഠിതമായ ശരീരബോധം കൊണ്ടാണ് ഈ ദ്വൈതഭാവം ഉണ്ടായത്. അങ്ങനെ യുദ്ധക്കളത്തിൽ വെച്ച് തൻ്റെ പരമാർത്ഥ സ്വരൂപം വെളിപ്പെടുത്തിയിട്ടും വിശ്വരൂപ ദർശനത്തിലൂടെ പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുത്തിട്ടും അർജുനനിൽ ആത്മബോധം ഉണർന്നില്ല. പക്ഷെ ഇപ്പോൾ ഭഗവാൻ ശരീരം ഉപേക്ഷിച്ചപ്പോൾ ആണ് നിരന്തരം ഭഗവത് സ്മരണ ഉണ്ടായത്. അതിൻ്റെ ഫലമായിട്ട് ദുഃഖത്തിന് കാരണമായ രണ്ട് എന്നുള്ള ഭാവം ഇല്ലാതെയായി. ഭഗവാൻ നേരിട്ട് ഉപദേശിച്ച ആത്മതത്വം തനിയെ മനസ്സിൽ തെളിയാൻ തുടങ്ങി. മോഹം പോയപ്പോൾ ബ്രഹ്മഭാവമുണ്ടായി. ബ്രഹ്മജ്ഞാനം കൊണ്ട് അവിദ്യാനാശമുണ്ടായി. സ്ഥൂല ശരീരമല്ല ഞാൻ എന്ന് ബോധിച്ചു. സത്വാദി ഗുണങ്ങൾ പൂർണ്ണമായിട്ട് മറിഞ്ഞപ്പോൾ അതിന് അധിഷ്ഠാനമായ ലിംഗശരീരവും നശിച്ചു. പുനർജന്മത്തിന് കാരണമായ ലിംഗശരീരം പറയുമ്പോൾ സൂക്ഷ്മശരീരം. അങ്ങനെ ലിംഗശരീരവും നശിച്ചപ്പോൾ ശോകങ്ങൾ അകന്ന് മുക്തനായി എന്ന് സാരം. നിശമ്യ ഭഗവൻ മാർഗം സംസ്ഥാം യദുകുലസ്യജ സ്വപദായ മതിം ചക്രേ നൃതാത്മാ യുധിഷ്ഠിരം. അർജുനന്റെ വാക്കുകളിൽ നിന്ന് ശ്രീകൃഷ്ണൻ സ്വസ്ഥാനം പ്രാപിച്ചു എന്നും ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് യദുകുലം നശിച്ചുവെന്നും അറിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ മനസ്സ് നിശ്ചലമാക്കി ഏകാഗ്രചിത്തത്തോടെ തനിക്ക് സ്വർഗലോകം പ്രാപിക്കാൻ സമയമായി എന്ന് നിശ്ചയിച്ചു. പ്രതാപ്യനുസൃത്യ ധനഞ്ജയോദിതം നാശം യദൂനാം ഭഗവത്ഗതിം ചതാം ഏകാന്തഭക്ത്യാ ഭഗവത്യതോക്ഷജേ നിവേശിതാത്മോ ബലരാമ സംസൃതേ. കുന്തിദേവിയും അർജുനൻ പറഞ്ഞതായ യദുനാശത്തെയും ഭഗവാന്റെ സ്വധാമകാമത്തെ
സുധാമഗമനത്തെയും പറ്റി കേട്ടിട്ട് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത ഭഗവാനിൽ ഏകാന്ത ഭക്തി ഉറപ്പിച്ച് മനസ്സിനെ നിശ്ചലമാക്കി അങ്ങനെ സംസാരത്തിൽ നിന്നും വിരക്തയായിട്ട് തീർന്നു. യയാഹരദ്ഭുവോ ഭാരം താം തനും വിജഹാഭജ കണ്ടകം കണ്ടകേനൈവ ദ്വയം ചാപീശിദുസ്സമം. ജനനമരണങ്ങളില്ലാത്ത നിത്യാനന്ദ സ്വരൂപനായ ഭഗവാൻ ഭൂമിഭാരത്തെ തീർക്കാൻ വേണ്ടി സ്വേച്ഛയെ ഏത് ശരീരം സ്വീകരിച്ചുവോ ആ കാര്യം നിവർത്തിച്ചു കഴിഞ്ഞതിനാൽ കാലിൽ തറച്ച മുള്ളിനെ മറ്റൊരു മുള്ളുകൊണ്ട് എടുത്തിട്ട് രണ്ടിനെയും കളയുന്നത് പോലെ സ്വരൂപത്തെ ഉപേക്ഷിച്ച് ഭഗവാന് ജനനമരണങ്ങളില്ല. ശരീരം എടുക്കലും ശരീരം ഉപേക്ഷിക്കലും രണ്ടും സമം തന്നെ എന്ന് സാരം. യഥാ മത്സ്യാദിരൂപാണി ദത്തേ ജഹ്യാദതാ നട ഭൂഭാരഷഭിതോയേന ജഹോതച്ചകളേപരം. ഒരു നല്ല നടൻ പലതരം വേഷം കെട്ടുകയും അഭിനയം കഴിഞ്ഞാൽ അത് അഴിച്ചു വെച്ചിട്ട് രംഗവേദി വിടുകയും ചെയ്യുന്നത് പോലെ പരമാത്മാവായ കൃഷ്ണൻ മുമ്പും ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് മത്സ്യാദികളായ പല അവതാരങ്ങൾ എടുക്കുകയും പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്തു. ഇപ്പോഴും അതുപോലെ ഭൂഭാരത്തെ തീർക്കാൻ വേണ്ടി ഒരു രൂപം സ്വീകരിക്കുകയും ആവശ്യം കഴിഞ്ഞ് അത് ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. യഥാ മുകുന്ദോ ഭഗവാനി മാം മഹിം ജഹോസ്വതന്വാഷവണീയ സൽക്കഥ തഥാഹരേ വാ പ്രതിബുദ്ധചേതസാം അധർമ്മഹേതു കലിരന്യവർത്തത. ശപിക്കപ്പെടാൻ പരമയോഗ്യമായ സൽക്കഥകളോടുകൂടിയ ഭഗവാൻ മുകുന്ദൻ എപ്പോൾ സ്വശരീരത്തോടൊപ്പം ഈ ഭൂമിയെയും വെടിഞ്ഞു പോയോ ആ ദിവസം തന്നെ അവിവേകശാലികളായ മനുഷ്യർക്ക് അധർമ്മത്തിന് കാരണഭൂതനായ കലിയുഗം ആരംഭിച്ചു. വിവേകികളെ കലിയുഗം ബാധിക്കുകയില്ല എന്ന് സാരം. യുധിഷ്ഠിരസ്തത്പരിസർപ്പണം ബുധ പുരേ ജരാശ്രേ ജഗൃഹേ തദാത്മനി വിഭാവ്യലോപാനുജിപ്മ ഹിംസനാദ് ധർമ്മചക്രം ഗമനായ പര്യതാത്. ബുധനായ യുധിഷ്ഠിരൻ രാഷ്ട്രത്തിലും പുരത്തിലും ഗ്രഹത്തിലും മനസ്സിലും ഭേദഭാവനയും കാമം, ലോഭം, കളവ്, വഞ്ചന, ചതി, ഹിംസ മുതലായ അധർമ്മങ്ങളെയും ജനിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന കലിയുടെ വ്യാപ്തി ആലോചിച്ചറിഞ്ഞിട്ട് ഇനിമേൽ ഈ രാജ്യത്തിൽ ഇരുന്നുകൂടാ എന്ന് നിശ്ചയിച്ചു. അങ്ങനെ രാജ്യം വിട്ടുപോകാൻ നിശ്ചയിച്ചു. സ്വരാട് പൗത്രം വിനയനമാത്മനസ്സു സമം ഗുണേ തോയനീ വ്യാപതിം ഭൂമേരഭ്യഷിഞ്ചർഗജാഹ്വയേ. ആ ചക്രവർത്തി ധൈര്യം, വീര്യം മുതലായ സൽഗുണങ്ങളാൽ തന്നോട് തുല്യനും വിനയമുള്ളവനുമായ പൗത്രനെ, അതായത് പരീക്ഷിത്തിനെ, സമുദ്രപര്യന്തമുള്ള ഭൂമിയുടെ അധിപതിയായിട്ട് അഭിഷേകം ചെയ്തു. മധുരായാം തഥാ വജ്രം ശൂരസേനവതിം ദദ പ്രാജാപത്യാം നിരുപ്യേഷ്ടീം അഗ്നീന പിബതീശ്വര. അതേ വിധത്തിൽ തന്നെ അനിരുദ്ധപുത്രനായ വജ്രനെ, യാദവകുലത്തിലെ അവസാനത്തെ രാജാവാണ് വജ്രനാഭൻ, ശൂരസേന രാജാവായിട്ട് മധുരയിൽ അഭിഷേകം ചെയ്തു. അനന്തരം പ്രഭുവായ ധർമ്മപുത്രർ പ്രാജാപത്യം എന്ന യാഗം ചെയ്ത ശേഷം അഗ്നികളെ തന്നിൽ ലയിപ്പിച്ചു. വിധിപ്രകാരം അഗ്നിഹോത്രാദികൾ ചെയ്തു എന്നു സാരം. വിസിജ്യ തത്ര തത്സർവം ദുകുലവലയാധികം നിർമ്മമോ നിരഹങ്കാര സംഛിന്നാശേഷബന്ധന. ആ പ്രാജാപത്യ ഹോമാഗ്നിയിൽ തൻ്റെ രാജചിഹ്നങ്ങളായ പട്ട്, വള, ആഭരണങ്ങൾ മുതലായവയെല്ലാം ഹോമിച്ചിട്ട് ഒന്നിനോടും മമതയില്ലാതെയും ഞാനെന്ന ഭാവമില്ലാതെയും സർവബാധകളെയും ഛേദിച്ചവനായിട്ടും മാറി. വാചം ജുഹാവ മനസിത പ്രാണൈധരേജതം മൃത്യാവപാനം സോത്സർഗം തം ഭഞ്ജത്തെ യജോഹവീദ്. സകല ബന്ധങ്ങളെയും എങ്ങനെ ഛേദിച്ചുവെന്ന് ഇവിടെ വിവരിക്കുകയാണ്. വാക്ക് തുടങ്ങിയ സകല ഇന്ദ്രിയങ്ങളെയും മനസ്സിലടക്കി ലയിപ്പിച്ചു. മനസ്സിനെ പ്രാണനിൽ ലയിപ്പിച്ചു. പ്രാണവായുവിനെ അപാനവായുവിലും അപാനനെ അതിൻ്റെ അധിഷ്ഠാന ദേവതയായ മൃത്യുവിനും ആ മൃത്യുവിനെ പഞ്ചഭൂതങ്ങളുടെ സമ്മേളനമായ ശരീരത്തിലും ഹോമിച്ചു. തൃത്തേഹുദാത പഞ്ചത്വം തച്ചേകതേ ജുഹോന്മുനി സർവമാത്മന്യജുഹവീദ് ബ്രഹ്മണ്യാത്മാനമവ്യയേ. അതിനുശേഷം ശരീരത്തെ സത്വരജ തമോ ഗുണങ്ങളിലും ആ 3 ഗുണങ്ങളെയും അവിദ്യയിലും ലയിപ്പിച്ചു. സകലത്തിനും ആധാരമായിരിക്കുന്ന അവിദ്യയെ ജീവാത്മാവിലും ജീവാത്മാവിനെ സർവ ആധാരമായ വികാരമില്ലാത്ത ബ്രഹ്മത്തിലും ഉറപ്പിച്ചു നിർത്തി. ചീരവാസ നിരാഹാരോ ബദ്ധവാങ്മുക്തമൂർധജ ദർശയന്നാത്മനോരൂപം ജഡോന്മത്തപിശാചവത് അനപേക്ഷമാണോ നിരകാത് അഷുണ്ണൻപതിരോയത.
ഉദീജിം പ്രവിവേശാശാം ഗതപൂർവം മഹാത്മഭിः ഹൃദി ബ്രഹ്മപരം ധ്യായന്ന വർത്തേതയതോ ഗതഃ. ആത്മാവിനെ ബ്രഹ്മത്തിൽ ഉറപ്പിച്ച ശേഷം തൻ്റെ സ്ഥൂല ശരീരത്തിൽ മരവുരി ധരിച്ച് ആഹാര നിഹാരാദികളെല്ലാം ഉപേക്ഷിച്ചു, മൗനവ്രതം ദീക്ഷിച്ചു, തലമുണ്ടനം ചെയ്ത് ജഡൻ, ഭ്രാന്തൻ, പിശാച് എന്നിങ്ങനെ തോന്നത്തക്കവണ്ണം തൻ്റെ രൂപത്തെ എല്ലാവർക്കും കാട്ടിക്കൊടുത്തുകൊണ്ട് സഹോദരങ്ങളെപ്പോലും തിരിഞ്ഞു നോക്കാതെ കൊട്ടാരത്തിൽ നിന്നും നിർഗമിച്ചു. പരബ്രഹ്മത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ച ബദിരനെ പോലെ യാതൊന്നും കേൾക്കാതെ മഹാത്മാക്കൾ മുമ്പേ പ്രവേശിച്ചതായ വടക്കേ ദിക്കിലേക്ക് ചെന്നു. ബ്രഹ്മധ്യാനത്തോടെ വടക്ക് ദിക്കായി ഹിമാലയത്തിൽ പ്രവേശിക്കുന്നവർക്ക് രണ്ടാമത് സംസാരം ആവർത്തിക്കുകയില്ല, ഇനി ജന്മമില്ല എന്ന് സാരം. സർവേതമനു നിർജഗമോർ ഭ്രാതരകൃത നിശ്ചയ കലിനാധർമ്മമിത്രേണ ദൃഷ്ട്വാ സ്പൃഷ്ട പ്രജാഭുവി. ഭീമസേന മുതലായ സഹോദരന്മാർ എല്ലാവരും ജ്യേഷ്ഠൻ ചെയ്ത നിശ്ചയത്തെ തന്നെ മനസ്സിൽ ഉറപ്പിച്ച് അധർമ്മബന്ധുവായ കലി ഭൂമിയിലുള്ള മനുഷ്യരെ സ്പർശിച്ചു കഴിഞ്ഞു എന്ന് കണ്ടിട്ട് യുധിഷ്ഠിരനെ പിന്തുടർന്നു. തേ സാധുകൃത സർവാർത്ഥ നാത്വാത്യന്തികവാത്മന മനസാധാരയാമാസൂർ വൈകുണ്ഠചരണാംബുജം. വേണ്ട വിധത്തിൽ ധർമാദി പുരുഷാർത്ഥങ്ങളെ അനുഷ്ഠിച്ചിരുന്ന ആ പാണ്ഡവന്മാർ തങ്ങൾക്ക് ആത്യന്തിക ശരണം വൈകുണ്ഠനാഥൻ്റെ ചരണാംബുജങ്ങളാണ് എന്നറിഞ്ഞിട്ട് അതിനെ മനസ്സിൽ ഉറപ്പിച്ചു. തദ്ധ്യാനോദ്രിക്തയാ ഭക്ത്യാ വിശുദ്ധദിഷണാപരേ തസ്മിൻ നാരായണപദേ ഏകാന്ത മതയോഗതിം. ആ ധ്യാനം കൊണ്ട് വർദ്ധിച്ച ഭഗവത് ഭക്തി ഉണ്ടായി മനസ്സ് പരിശുദ്ധമായി ഉത്കൃഷ്ടമായ നാരായണപദത്തിൽ നിശ്ചലമായ ദൃഢബുദ്ധിയോടു കൂടിയവരായിട്ട് തീർന്നു. അവാബോദ്വരവാപാന്തേ അസദ്ഭിർവിഷയാത്മഭിः വിദുതകന്മഷാസ്ഥാനേ വിരജേനാത്മനൈവ ഹി. വിഷയങ്ങളിൽ പ്രവേശിക്കുന്ന മനസ്സോടുകൂടിയ അവിവേകികൾക്ക് ഒരിക്കലും നേടാൻ കഴിയാത്തതും നിർമ്മലമായ മനസ്സോടുകൂടിയ വിവേകികളുടെ വാസസ്ഥാനവുമായ പരമപദവിയെ രജോഗുണത്തിൻ്റെ സ്പർശമില്ലാത്തവർ ആത്മന പ്രാപിച്ചു. വിദുരോപി പരിത്യജ്യ പ്രവാസേ ദേഹമാത്മവാൻ കൃഷ്ണാവേശേന തച്ചിത്ത പുതുർഭി സ്വക്ഷയം യയോ. ആത്മജ്ഞാനിയായ വിദുരരും പരമാത്മാസ്വരൂപനായ ശ്രീകൃഷ്ണനിൽ മനസ്സുറപ്പിച്ച് പ്രഭാസം എന്ന തീർത്ഥസ്ഥാനത്ത് ശരീരത്തെ ഉപേക്ഷിച്ചു. തന്നെ കൂട്ടിക്കൊണ്ടുപോകാനെത്തിയ പിതൃദേവന്മാരോടൊപ്പം യമലോകത്ത് തൻ്റെ സ്ഥാനത്ത് എത്തിച്ചേർന്നു. ദ്രൗപദീജാതജ്ഞായ പതീനാം മനപേക്ഷതാം വാസുദേവേ ഭഗവതി ഏകാന്ത മതിരാപദം. ഇനിമേൽ ഭർത്താക്കന്മാർക്ക് തൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഐശ്വര്യ പരിപൂർണനായ ശ്രീകൃഷ്ണനിൽ മാത്രം ബുദ്ധിയെ ഇളകാതെ ഏകാന്തമാക്കി നിർത്തിക്കൊണ്ട് പാഞ്ചാലി ആ ഭഗവാനോട് കൂടിച്ചേർന്നു. യശ്രദ്ധയൈ തദ്ഭഗവത് പ്രിയാണം പാണ്ഡോസുധാനാമിതി സംപ്രയാണം ശൃണോത്യലം സ്വസ്ഥയനം പവിത്രം ലബ്ധാഹരോ ഭക്തിമുപേതി സിദ്ധിം. ആരാണോ ശ്രദ്ധയോടുകൂടി ഭഗവത് പ്രിയന്മാരായ പാണ്ഡുപുത്രന്മാരുടെ അതിശയകരവും മംഗളപ്രദവും പരിശുദ്ധവുമായ ആ മഹാപ്രസ്ഥാനത്തെപ്പറ്റി കേൾക്കുന്നത് അവന് ശ്രീഹരിയിൽ ഉറച്ച ഭക്തിയും അവസാനം പരമഗതിയും ലഭിക്കും. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ പാണ്ഡവസ്വർഗാരോഹണം നാമ പഞ്ചദശോധ്യായഃ. പ്രഥമസ്കന്ധത്തിലെ 15-ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.